മോർണിംഗ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം ഇന്ന് പ്രത്യേകം നമ്മൾ ബാംഗ്ലൂരിലുള്ള സെക്കൻഡ് ഡേ ആണ് കേട്ടോ. ഇന്നലെ രാത്രി ഭയങ്കര തണുപ്പായിരുന്നു. ഭയങ്കര തണുപ്പ്. ഓൾറെഡി ഒന്നും ബാംഗ്ലൂർ ചില്ലാണല്ലോ. പക്ഷെ ഇവന്റെ സ്ഥലം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം ബാംഗ്ലൂരിൽ നിന്ന് കുറേ ഉള്ളിലോട്ടാണ്. എയർപോർട്ടിനൊക്കെ അടുത്തായിട്ട് വരും. അപ്പം തന്നെ നമുക്ക് അറിയാം എത്ര കണ്ട് ഉള്ളിലോട്ടാണ്. ശരിക്കും ബാംഗ്ലൂർ എന്നത് പറയാൻ പറ്റില്ല, അത്രയും ഉള്ളിലോട്ടാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പും ഭയങ്കര കാറ്റുമാണ്. ചില്ലായിരുന്നു കേട്ടോ. അത് കൂടാണ്ട് കണ്ടോ എന്താണ് ഒന്നാമതേ എനിക്ക് തണുപ്പാണെങ്കിൽ ഭയങ്കര തണുപ്പ്, ചൂടാണെങ്കിൽ ഭയങ്കര ചൂടാണ്. അപ്പം രക്ഷനാവില്ല. ഞാൻ ഈ ഹൂഡിയൊക്കെ ഇട്ട് ടീഷർട്ടും ഞാനിടയിൽ സ്ലിപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഫുൾ പാൻസും അത് കഴിഞ്ഞ് വലിയൊരു പുതപ്പൊക്കെ പുറച്ചിട്ട് കിടന്ന് ഉറങ്ങുകയായിരുന്നു. ജാക്കറ്റും ഒക്കെ ബാത്റൂമിന്റെ ഞങ്ങൾ പോകണേക്കാളും മുന്നേ എല്ലാം അടിച്ചു പൊളിച്ച് ഒരു പരിവാവും തോന്നുന്നു കാറ്റുകാരനെ. അപ്പൊ നമ്മള് രാവിലത്തെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ഓർഡർ ചെയ്ത് ഇടിയോ ഇഡലിയും ദോശയും. ദോശയോ? ദാറ്റ്സ് മൈ ബ്രദർ ഹു ഈസ് വാക്കിംഗ് അച്ചാരം കുച്ചാരം ഓവർ ഹിയർ. അപ്പം ഇനി നമുക്ക് ഫസ്റ്റ് കഴിക്കാം. കഴിച്ചിട്ട് ആക്ച്വലി നമുക്കിനി പ്ലാൻ ചെയ്യണം എന്തൊക്കെ എങ്ങനെ പോകണം. നമുക്ക് മന്ത്രി മോളിൽ പോകണമെന്നുണ്ട്. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോയിട്ടൊരു ചാലഞ്ച് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യണമെന്നുണ്ട്. സർപ്രൈസ് ആണ്. ഇതാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇത് A to B എന്നാണ്, അടയാർ ആനന്ദ് ഭവന്ന്. ഇനി എന്താ ഉണ്ടി പറയാ, മിനി ടിഫിൻ. എടാ ഇതില് ഇഡ്ഡലി ഉണ്ട്, വടയുണ്ട്. വട ഞാൻ കഴിക്കില്ല കേട്ടോ, വട എനിക്ക് ഇഷ്ടമല്ല. സാമ്പാറുണ്ട്, ചട്നി ഉണ്ട്, ദോശയുണ്ട്. ദോശയൊക്കെ എന്തൊരു കുട്ടി ദോശ, മസാല ദോശയാണ്. പിന്നെ ചട്നി ഉണ്ട്. ഇത് കേസരിയാണോ? ഇതുണ്ടല്ലോ മധുരമുള്ള 2 എണ്ണം കിട്ടും കാണാൻ. ഇത് നമ്മള് ചായ് പോയിന്റ് എന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. എത്ര ചായ ഉണ്ട് ഇതില്? 4 ചായയോ? ഓക്കെ, നല്ല രസമുണ്ട് അല്ലേ പാക്ക്. അപ്പൊ എത്രയാവും ഇതിന് 4 ചായക്കും കൂടിയിട്ട്? 200. ദേ അമ്മയുടെ നെഞ്ചി പിളഞ്ഞു നോക്കുമ്പോ പാക്കിംഗ് ഒക്കെ. ഗോവയിലൊന്നും ഇങ്ങനത്തെ കിട്ടുന്നില്ല കേട്ടോ. പിന്നെ റീയൂസ് ചെയ്യാൻ പറ്റുമോ ഈ പാത്രം? നല്ല മുത്തേ ഇവിടുന്ന് കാണാൻ പറ്റുമായിരിക്കില്ലേ ഇൻഡിപെൻഡൻസ് ഡേ. ഇവിടെ അടുത്ത് എയർഫോഴ്സിന്റെ എന്താ ഉള്ളത്? സ്റ്റേഷൻ ഇതുണ്ട്. അപ്പൊ ഇത് ഇവിടെ കണ്ടോ? ഇവിടെ ഇങ്ങനെ കണ്ടോന്നറിയ ഹെലികോപ്റ്റർ കണ്ടോ പൊങ്ങി നിക്കണത്? 1-2 എണ്ണം ഉണ്ട് ട്ടാ. ഇവിടുന്ന് കാണുമ്പോ എന്തോ ഒരു തുമ്പി പോലെ തോന്നാണ്ട്. ശരിക്കും അതൊരു ഹെലികോപ്റ്ററാണ്. ഹലോ, അപ്പൊ നമ്മള് മെട്രോയില് വന്നിരിക്കുകയാണ്. പോയി മന്ത്രി മോൾ. നോക്കട്ടെ കേട്ടോ വല്ല വ്യത്യാസം ഉണ്ടോന്ന്. 7 വർഷത്തിന് ശേഷം ഇമ്മുക്കുട്ടി ആദ്യമായിട്ട് അവിടേക്കൊക്കെ വരണം. ഇമ്മുക്കുട്ടി ആദ്യമായിട്ട് മെട്രോയില് ലൈക്ക് ബാംഗ്ലൂർ മെട്രോയിൽ കയറുന്നത്. നമ്മൾ മുംബൈയിൽ പോയിട്ടുണ്ടാണ്. ഇവിടെ നോക്കാം, ഒന്നും മേടിക്കരുത്. വാഷ്റൂമിൽ പോണോ? എന്നാ കുഞ്ഞു പാടാ, വാഷ്റൂമിൽ പോവാം. ഞാനിപ്പോൾ ഇന്ത്യയിൽ കയറിയിട്ടോ. ഇന്ത്യ നമ്മൾ ഒരുപാട് ഔട്ട്ഫിറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട് ആമസോണിൽ നിന്ന്.
അപ്പോൾ ഞാനിവിടെ കണ്ടപ്പോൾ കരുതുക 30% ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര എക്സ്പെൻസീവാണ്. എനിക്ക് ഓണത്തിന് പറ്റിയൊരു പെലാസോ പാൻസ് കണ്ടു. ഞാൻ ശരിക്കും സ്കേർട്ട് പോലെ തന്നെയാണ്, അത്രയ്ക്ക് ഇങ്ങനെ ഫ്ലെയർഡ് ആയിട്ടുള്ളതാണ്. ചുരുണ്ടോർത്ത് 100 രൂപ. എൻ്റെ മനസ്സനുവദിച്ചില്ല, അത് ചോദിച്ചു പിന്നീടാവാം, ഓൺലൈനിൽ ഡിസ്കൗണ്ട് കിട്ടുമ്പോൾ മേടിക്കാതെ. ഇവിടെ ഗിവ സ്റ്റോർ ഉണ്ട് കേട്ടോ, അവിടെ നിന്നാണ് മാല മേടിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന മാല അതിൻ്റെ കണ്ടു മുന്നേ ഏട്ടനും കുട്ടിയും കൂടി എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നില്ലേ, ആ മാല ഇവിടെ നിന്നായിരുന്നു. ആക്ച്വലി ഓൺലൈൻ ആമസോണിൽ മേടിച്ചതാണ്. ഈ മാല 30% ഓഫ് ഉണ്ടായിരുന്നു, ഞാൻ മേടിക്കുമ്പോഴുണ്ടായിരുന്നു കേട്ടോ. ആമസോണിലും ഉണ്ട്, ഗിവ വെബ്സൈറ്റിലും 30% ഓഫ് ഉണ്ട്. ഇവിടെ വന്ന് നോക്കി മേടിക്കണമെങ്കിൽ അപ്പോഴും ഉണ്ട് കേട്ടോ. കുഴപ്പമില്ല, നല്ല മാലയാണ്. ഇതിപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഇതിപ്പോൾ ഞാൻ എന്തായാലും ഊരാൻ വിടുന്നുണ്ട് ഈ ആഴ്ച. എന്നിട്ട് നോക്കിയിട്ട് പറയാം ഞാൻ റിവ്യൂലായിട്ട്. എന്നിട്ട് ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ എങ്ങനെയുണ്ട്, എത്ര നിൽക്കുന്നുണ്ട് എന്നൊക്കെ. കറങ്ങിയിട്ട് നമ്മുടെ ഫേവറേറ്റ് സ്ഥലത്തേക്ക് എത്തി. എന്താ വേണ്ടേ നോക്കാം നമുക്ക് ഫുള്ള് കറങ്ങി നോക്കിയിട്ട് എന്താ വേണ്ടത്. ആ Spicy? Not spicy. Yeah. Yeah. Salsa, spicy or spicy? Both thoda. No. Yeah. Yeah. ഞാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്നപ്പോൾ സ്ഥിരം കഴിച്ചിരുന്നൊരു സാധനം കേട്ടോ ബുറീട്ടോ എന്ന് പറഞ്ഞിട്ട്. അത് ഇപ്പം കമ്പാരിറ്റീവ്ലി ഹെൽത്തി ആണെന്നുള്ള രീതിയിലാണ് കഴിക്കാറുള്ളത്. ഞാനിങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അല്ലെങ്കിൽ ഓൺലൈൻ സ്റ്റോർ ഉണ്ടായിരുന്നല്ലോ എനിക്ക്, അപ്പോൾ അതിൻ്റെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ഏട്ടൻ വർക്ക് ചെയ്യണതിൻ്റെ അടുത്ത് തന്നെ ഒരു മോളുണ്ട്, അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ ഞാനിത് കഴിച്ചാണ് ഇരിക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ബുറീട്ടോ ഓർഡർ ചെയ്ത് 7 വർഷത്തിന് ശേഷം കഴിച്ചു. പിന്നെ ഉണ്ണിയുടെ ഒക്കെ ഓർഡർ ചെയ്ത് ഒക്കെ കിട്ടി. നല്ലതാണോ? അവരുടെ ഉടുപ്പും പിങ്ക്, തലയിലത്തെയും പിങ്ക്, ഇതും പിങ്ക്. പഞ്ഞിമിഠായി ഇങ്ങനെ വായിൽ വെക്കണതും ബും പറഞ്ഞ് അങ്ങോട്ട് പോവും. എനിക്ക് പൊതുവേ അത്ര ഇഷ്ടമല്ല കേട്ടോ പഞ്ഞിമിഠായി. പിന്നെ ഇമ്മ ഇതുവരെയും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇത് കുറേ നാളായി പറയണു കോട്ടൺ ക്യാൻഡി വേണം പറഞ്ഞപ്പോൾ. അപ്പോൾ മേടിച്ച് കഴിച്ച് ഭയങ്കര സന്തോഷമായിട്ടോ. നാവൊക്കെ പിങ്ക് കളറായി, നല്ലോണം ഇഷ്ടമായി. പിന്നെ നമ്മൾ എഗെയിൻ മെട്രോയിൽ വരികയാണ്. എന്നിട്ട് നമുക്ക് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക് പോകണം. നമ്മൾ മന്ത്രി മോളിൽ നിന്ന് അവിടെ നിന്ന് കുറച്ച് സ്റ്റേഷൻ ഉണ്ടല്ലോ പോകാനായിട്ട്. അപ്പോൾ നമ്മൾ മെട്രോയിൽ കയറി പിന്നെ ഒരു ഓട്ടോ പിടിച്ച് കുറേ നാൾ കൂടിയിട്ട് ബാംഗ്ലൂർ. അതും അപ്പോൾ ഇവിടെ ഗോവയിൽ നമുക്ക് ഓട്ടോ ഒന്നും അധികം ഇല്ല, പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെ കുറവാണല്ലോ. ഞാൻ ആദ്യം മുടിയൊക്കെ മുക്കി പിടിച്ച് കേട്ടിട്ട് സ്റ്റൈലാവാനായിട്ട് മുടി അയച്ചൊക്കെ ഇട്ടതാണ്. എനിക്ക് പറ്റില്ല ഈ മുടി അയച്ചിട്ട് ചെറുകുച്ചേരം നടക്കണം. അപ്പോൾ നമുക്ക് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ കറങ്ങാം. എന്തെങ്കിലുമൊക്കെ പറ്റിയത് കാണുകയാണെങ്കിൽ മേടിക്കാം. ഞാൻ അനാവശ്യമായിട്ട് ഒരു സാധനം പോലും മേടിക്കുന്നതായിരിക്കില്ല. ഉണ്ണിങ്ങനെ അയ്യോ. അപ്പം നമുക്ക് പോവാം. എന്തോ മിന്ത്ര സെയിലെന്നൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷേ മിന്ത്രയുടെ സ്റ്റോറൊക്കെ ഉണ്ടോ എനിക്കതില്ലായിരുന്നു കേട്ടോ, ഞാൻ കണ്ടിട്ടില്ല. കുറച്ചൊരു ഉള്ളിലേക്ക് പോയി നോക്കാം. ഉള്ളിലേക്ക് പോകുമ്പോൾ കുറേ കൂടി വിലക്കുറവിൽ കുറേ കൂടി കളക്ഷൻ ആയിട്ടുണ്ടാവും കേട്ടോ. ഇവിടെയൊക്കെ നല്ല വില പറയും എന്തായാലും. കുറേ ഉള്ളിലേക്ക് പോയിട്ട് ഇങ്ങനെ ഗല്ലീസൊക്കെ നോക്കിയിട്ട് ഇതാക്കുകയാണെങ്കിൽ നന്നായി ബാർഗൈൻ ചെയ്യുകയാണെങ്കിൽ അന്ന് കിട്ടുമായിരുന്നു. ഇതിപ്പോൾ കോവിഡിനൊക്കെ ശേഷം എത്ര കണ്ടും നടക്കുന്നു അറിയില്ല, നമുക്ക് ജസ്റ്റ് അപ്പോൾ ആദ്യത്തെ മെയിനായിട്ടുള്ള റോഡാണ് കേട്ടോ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൻ്റെ മെയിൻ റോഡാണ്. ഇതെനിക്ക് വലിയ വ്യത്യാസം തോന്നുന്നില്ല, കാരണം പണ്ട് എങ്ങനെയാണോ അതുപോലൊക്കെ തന്നെയാണ് എനിക്ക് തോന്നിയത്. ഒബ്വിയസ്ലി ഔട്ട്ഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടാവില്ല, അതെപ്പോഴും ഫാഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുമല്ലോ. അതല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ എങ്ങനെയാണോ അതേപോലെ തന്നെയുള്ളത്. കുറേ ഡ്രസ്സസ് ടോപ്സിൻ്റെ ഉണ്ടാവും 250 300 റേഞ്ചിൻ്റെ, പിന്നെ ബ്ലൗസസ് ഉണ്ടാവും, ചെരുപ്പിൻ്റെ കടകളുണ്ടാവും. ഇതൊരു മെയിൻ ഏരിയ ആണല്ലോ. ഇതിൻ്റെ അവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ഗല്ലീസ് ഉണ്ട്, അതായത് ഇങ്ങനെ ചെറിയ ചെറിയ ഇടവഴികളുണ്ട്. അതിലൊക്കെ ഇങ്ങനെ പോയി നോക്കുമ്പോഴാണ് നമുക്ക് റണ്ണിങ് മെറ്റീരിയൽസും അതൊക്കെ കിട്ടുക. പക്ഷെ അവിടെയൊക്കെ ഒരുപാട് മാറ്റം വന്നു. എനിക്ക് കണ്ടിട്ടൊന്നും മനസ്സിലാവുണ്ടായിരുന്നില്ല. റണ്ണിങ് മെറ്റീരിയലൊക്കെ കിട്ടുന്ന സ്ഥലമൊന്നും അന്വേഷിച്ചിട്ടെങ്കിൽ മനസ്സിലായും കൂടി ഇല്ല കേട്ടോ. അവിടേക്കൊക്കെ നല്ലോണം മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ കുർത്ത, ഇത് 300 റുപ്പീസോ അങ്ങനെ എന്തോ റേറ്റിലുള്ളതാണ്. ഇത് കുഴപ്പമില്ലാന്ന് തോന്നി, അത്യാവശ്യം അഫോർഡബിളാണ്. മെറ്റീരിയലും വലിയ തെറ്റൊന്നും പറയാനില്ല കേട്ടോ. പിന്നെ വളകളൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. ഒരു ഡസൻ വളയ്ക്ക് തന്നെ അതിങ്ങനെ ചെറിയ നേരിയ കമ്പി വളകളില്ലേ, അതിന് തന്നെ 150 രൂപ അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ
ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ ഇമ്മയ്ക്കൊരു ബാഗ് മേടിക്കണം എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ എന്തായാലും പ്രോമിസ് ചെയ്തതാണ്. കാരണം നീ ഇത്ര അലഞ്ഞതല്ലേ മന്ത്രി മോളിലും പിന്നെ ഇപ്പോൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ബാഗ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇമ്മക്കുട്ടിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇതിങ്ങനത്തെ സ്വെറ്റേഴ്സ് ഉണ്ടല്ലോ, അത് 200 റുപ്പീസിന് ഏതെടുത്താലും 200 റുപ്പീസ് ആ വിലയ്ക്കാണ് കേട്ടോ ഉള്ളത്. പക്ഷെ ഇത് നമുക്ക് എടുത്തിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ ഗോവയ്ക്കല്ലേ വരണത്. ഇവിടെ ഇങ്ങനത്തെ സ്വെറ്റർ പോലെ ഇട്ടിട്ട് എന്താ കാര്യം, ഇവിടെ ചൂടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ എടുത്തില്ല കേട്ടോ. പിന്നെ കോട്ടൺ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുള്ള കുർത്താസ് കാണിച്ചു, പക്ഷെ പ്യോർ കോട്ടൺ ഒന്നും അല്ല. 200 അത്ര രസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്നും അമ്മയ്ക്ക് എടുത്തില്ല കേട്ടോ. പിന്നെ ബാഗ് പിന്നെയും നോക്കുകയാണ്. ഇതൊക്കെ ഭയങ്കര വിലയാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊന്നും വേണ്ട, നമുക്ക് കുറച്ചുകൂടി വലിപ്പമുള്ള യൂട്ടിലിറ്റി ഉള്ളത് ആവാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ചാലഞ്ച് ചെയ്യാം, 1000 റുപ്പീസിന് ബിലോ ആയിട്ടൊരു ഔട്ട്ഫിറ്റ് എടുക്കാം എന്നുള്ള രീതിയിൽ ഞാൻ നോക്കണതാണ്. പക്ഷെ അതൊരു മണ്ടത്തരമായിപ്പോയി. പക്ഷെ ഞാൻ എടുത്തു, പക്ഷേ എത്ര പശയല്ലേ പറയണേ. പക്ഷേ അത്ര രസം ഉണ്ടായില്ല കേട്ടോ. എന്നാലും ഞാൻ പറ്റുകയാണെങ്കിൽ ഇത് കാണിച്ചു തരാം. അതൊരു വീഡിയോ ആക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ എന്താ എടുത്ത് എങ്ങനെയാണ് കടകളിലൊക്കെ പോയി നോക്കിയെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഈ പ്ലീറ്റഡ് സ്കേർട്ടിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് സ്കേർട്ട് ആണെങ്കിൽ 400, ലോങ് സ്കേർട്ട് ആണെങ്കിൽ 500 അങ്ങനെ. ഇങ്ങനെ ഇപ്പോൾ ഒരുവിധ സ്ഥലത്തൊക്കെ പറയുന്നത് ഫിക്സ്ഡ് റേറ്റ് ആണ്. പക്ഷേ വേറൊരു കടയിൽ പോയപ്പോൾ 450 കണ്ടു കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുഞ്ഞ് വ്യത്യാസമൊക്കെ എന്തായാലും ഉണ്ടാവും. പിന്നെ ഇതിങ്ങനെ സ്ട്രീറ്റിലുള്ള തന്നെ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോഴുള്ള ഷോപ്സും അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ 100 രൂപയ്ക്ക് ടോപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുമെങ്കിലും, അതായത് വെച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ നല്ല കൂറ ടോപ്പുകളാണ്, പറയാണ്ടിരിക്കാൻ വയ്യ. ഇതൊക്കെ നല്ല കേട്ടോ, ഇതൊക്കെ 350-400 രൂപയുടെയാണ്. അപ്പം ഞാൻ ആലോചിക്കുന്നത് എന്താ വെച്ചാൽ ഇതൊക്കെ നമുക്ക് ഓൺലൈനിലാണെങ്കിലും കിട്ടുമല്ലോ. എനിക്ക് അങ്ങനെ എന്നാൽ വെറൈറ്റി നല്ല കളക്ഷൻസും എന്താ പറ്റിയെന്ന് അറിയില്ല. മേ ബി എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റാഞ്ഞിട്ടായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ. കാരണം മുന്നേ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് എനിക്ക് കുറേ കൂടി വെറൈറ്റി സംഗതികളൊക്കെ കാണാൻ പറ്റാറുണ്ടായിരുന്നു. ഇപ്പം ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് അല്ല. പക്ഷെ എന്നാലും ഇങ്ങനെ കുറേ നോക്കി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു തൽക്കാലം ചെരുപ്പ് നോക്കാം. ഒരു 300 രൂപയ്ക്ക്, ഇത് 300 രൂപയ്ക്കാണ് കേട്ടോ ചെരുപ്പ്, ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുത്തിട്ട് പിന്നെ ഔട്ട്ഫിറ്റ് നോക്കാമല്ലോ വിചാരിച്ചു. പക്ഷെ അതും എനിക്കൊന്നും അങ്ങോട്ട് ശരിയായില്ല, അതിൻ്റെ സൈസിന് പറ്റിയതുണ്ടായിരുന്നില്ല. ഞാൻ വളയൊക്കെ ചോദിക്കുകയാണ്, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. വള കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല കേട്ടോ. പിന്നെ നമ്മൾ കടത്തപ്പി ഒരുവിധം കടയിലൊക്കെ ഇങ്ങനെ കയറി കേട്ടോ. പിന്നെ കണ്ടുപോകാൻ രസമാണല്ലോ, നല്ല രസമല്ലേ ഇങ്ങനെ കാണാനായിട്ട്. ഇപ്പോൾ എനിക്കും അമ്മയ്ക്കൊക്കെ വലിയ ഇഷ്ടമാണ്. ഉണ്ണിക്കും ഇമ്മക്കുട്ടിക്കും തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ പോവാന്നൊക്കെ ഇടയ്ക്കൊക്കെ പറയുകയൊക്കെ ചെയ്യും. പക്ഷെ ഞങ്ങളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏത് ബാഗാണ് ഇഷ്ടമായത്? ഞാൻ ഉദ്ദേശിച്ച രീതിയിലൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല, ഇമ്മക്കുട്ടിക്ക് ഉദ്ദേശിച്ച രീതിയിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഫൈനലി നമ്മളൊരു ബാഗ് കടയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇമ്മക്കുട്ടിക്ക് ഇഷ്ടപ്പെടുന്ന നമുക്ക് നോക്കാം. वो 350 का, ये 250 का। दो ഇതിൽ 2. ये भी बैक पैक होएगा, थोड़ी जल्दी आ हुआ है। ओके, ये स्लिम भी होएगा, ഇല്ലെങ്കിൽ ഇങ്ങനെ ഇടാൻ, അല്ലെങ്കിൽ ബാക്ക് പാക്ക് ആയിട്ട് ഇടാൻ. चेन भी छोटा कर सकते हैं। ബാക്ക് പാക്ക് ദിഖാओ. നൈസാ, ഇഷ്ടമായോ? കളർ വേറെ നോക്കുക. ഇത് മഹംഗ 200 के लिए दे दो. ഇപ്പോൾ ഇതിന് ഈ ബാഗിന് 200 സംതിങ് ആണ് കേട്ടോ ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇമ്മ ഹാപ്പിയായി ബാഗ് കിട്ടിയപ്പോൾ. പിന്നെ നമ്മളൊരു ഡ്രാഗൺ ഫ്രൂട്ട് മേടിച്ചു കേട്ടോ. ഒന്നല്ല, ഒരു 2-3 എണ്ണം അങ്ങനെ ആയിട്ട് മേടിച്ചു. പിന്നെ അമ്മയ്ക്ക് നൈറ്റി നോക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കിയിട്ട് അതും അത്രയ്ക്ക് അങ്ങനെ നമുക്ക് സുഖമായില്ല. മെറ്റീരിയൽ അങ്ങനെ നല്ല കോട്ടൺ ആയിട്ട് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നൈറ്റി മേടിച്ചില്ല കേട്ടോ. അപ്പോൾ പിന്നെയും കുറച്ച് കടകളൊക്കെ നോക്കാം. നമുക്കൊരു 300-400 റേഞ്ചിൽ നല്ല ടോപ്പ്, അങ്ങനെ സ്കേർട്ട്, അല്ലെങ്കിൽ ലൈക്ക് എന്തെങ്കിലും പാൻസ് എന്തെങ്കിലും കിട്ടിയ ഒരു ചെരുപ്പൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 1000 ബിലോ ആയിട്ട് സ്റ്റൈൽ ചെയ്യാമല്ലോ, പ്ലസ് ബാഗൊക്കെ മേടിക്കാമല്ലോ, ഇയറിങ്സ് ഒക്കെ മേടിക്കാമല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ എഗെയിൻ എന്തേ കണ്ടോ, ഈ 150 രൂപയുടെ ആണെങ്കിലും 250 രൂപയുടെ ഒക്കെ നമുക്ക് മാക്സിമം വീട്ടിലിടാന്നുള്ളതല്ലാണ്ട് എന്തായാലും പുറത്ത് പോകുമ്പോൾ ഇടാൻ അങ്ങനെയൊന്നും പറ്റില്ല കേട്ടോ. ഇങ്ങനത്തെ ഉടുപ്പൊക്കെ ഉണ്ട് കേട്ടോ 700-800 റുപ്പീസിന്. പക്ഷെ ഒന്നും എൻ്റെ സൈസിലുണ്ടായിരുന്നില്ല. ഇതാണ് എനിക്ക് താരതമ്യേന ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഈ 100ൻ്റെ ഒന്നും ഏരിയയിലേക്ക് അങ്ങനെ അധികം എടുക്കണ്ട കേട്ടോ. കാരണം നമുക്ക് പറ്റിയത് കിട്ടാൻ വലിയ പ്രയാസമാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈനിലും കിട്ടിയെന്ന് വരില്ല.
ഫൈനലി നമ്മൾ ഒരു ഷോപ്പിലെത്തിയിട്ടോ. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അത്യാവശ്യം വലിയ വലിയ ബ്രാൻഡ്സിൻ്റെ ഡ്രസ്സസ് ആണുള്ളത്, അല്ലെങ്കിൽ ക്ലോത്ത്സ് ആണുള്ളത്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ സരോജിനി മാർക്കറ്റിലൊക്കെ കിട്ടില്ലേ ഡിഫക്റ്റീവ് പീസസോ, അതായത് നമുക്ക് കാണുമ്പോൾ അങ്ങനെ ഡിഫക്റ്റീവ് ആയിട്ടുള്ളതൊന്നും തോന്നിയില്ല, അല്ലെങ്കിൽ റിജക്റ്റഡ് പീസസ് ഒക്കെ ഇല്ല, അങ്ങനത്തതാണ് കേട്ടോ. ഒരുവിധം നല്ല ബ്രാൻഡ്സിൻ്റെ ഒക്കെ ഉണ്ട്. ഇവിടെ കുഴപ്പമില്ലാണ്ട് ബെറ്റർ ആയിട്ടുള്ള പോലെ തോന്നി. അവസാനം ഞാൻ ഇവിടെ നിന്നൊരു ടീഷർട്ടും പാൻസും എടുക്കാണ് എന്തായാലും. എന്നിട്ട് നമുക്ക് നോക്കാം, സ്റ്റൈൽ ചെയ്ത് നോക്കാം. നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ അത് കാണിച്ചു തരാം കേട്ടോ. എന്തായാലും കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഹാപ്പി അല്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. അയ്യോ അതല്ല ഇത് അമ്മ ഇപ്പൊ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിട്ട് 100 രൂപയ്ക്ക് മേടിച്ചതാ. അത് 250 പറഞ്ഞത്. പക്ഷെ നമ്മള് 300 റുപ്പീസിന് ചെരുപ്പ് അല്ലേ, ഒന്ന് നോക്കി നോക്കാം. ഫ്ലാറ്റ് 200 റുപ്പീസാണ് കേട്ടോ. ഇപ്പം എനിക്ക് बहुत बढ़िया कलर है ना ये. एक और है ना इसका. हाँ. അങ്ങനെ ഒരു ദുരന്തം ഷോപ്പിങ്ങിന് ശേഷം ഞങ്ങൾ തിരക്കുള്ള മെട്രോയിൽ, ഭയങ്കര തിരക്കുള്ള മെട്രോ ആയിരുന്നു കേട്ടോ. അയ്യോ അതിൽ വന്നു ഇറങ്ങി ഇനിയിപ്പോൾ നേരെ കാറിൽ കയറിയിട്ടേ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാം. നമ്മൾ വീട്ടിലെത്തിട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് ട്രൈ ചെയ്യാൻ പോവാണ്. എൻ്റെ ഓർമ്മയിൽ ഞാൻ പണ്ടെപ്പോഴോ കഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്, പക്ഷെ എനിക്ക് ഓർമ്മയില്ല കേട്ടോ അത്ര കണ്ടും. എന്തായാലും അമ്മത മുറിച്ചോണ്ടിരിക്കുകയാണ്. ഉണ്ണി ഗൂഗിൾ ചെയ്തിട്ട് പറഞ്ഞു കൊടുത്തിരിക്കുക എങ്ങനെയാണ് മുറിക്കണ്ടേന്നുള്ളത്. ഓ മാൻ ലുക്സ് സോ നൈസ് അല്ലേ കുട്ടി. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇന്ന് രാത്രി ഇന്നത്തെ പോലെ തന്നെ ഫുൾ സാലഡൊക്കെ കഴിക്കാൻ വെച്ചിട്ടാട്ടോ. സാലഡും ഫ്രൂട്ട്സ് ആണ് നമ്മുടെ ഡിന്നർ. ഡ്രാഗൺ ഫ്രൂട്ട് ഇത് ഞാവൽപ്പഴമാണ് കേട്ടോ. ഇത് നമ്മളിവിടെ കണ്ടപ്പോൾ മേടിച്ചതാണ്. പിന്നെ വെജീസും ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഡിന്നറിനൊക്കെ. നമ്മൾ ഹോട്ടലിലൊക്കെ പോയിട്ട് നമ്മൾ ഹോട്ടലിലൊക്കെ പോയിട്ട് ഹെവി ആയിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം രാത്രി ഇങ്ങനെ ലൈറ്റായിട്ട് കഴിച്ചാൽ അവസാനിപ്പിക്കും. എനിക്ക് പ്രത്യേകിച്ചൊരു ടേസ്റ്റ് ഒന്നും തോന്നില്ല, ഈ ഹൈപ്പ് പോലത്തെ ടേസ്റ്റ് ഒന്നും തോന്നില്ല. ഇത് ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ. കിവിക്ക് പുളിയില്ലേ? ഉണ്ടടാ, കിവിക്ക് പുളിയുണ്ട്. കുഞ്ഞു എങ്ങനെയുണ്ട് ഡിന്നർ? നമ്മൾ ഫിനിഷ് ഓഫ് ചെയ്യട്ടെ. അപ്പൊ നമുക്ക് നാളെ കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.